പത്തനംതിട്ട വലിയകാവ് പൊന്തൻപുഴ വനമേഖലയിൽ വൻ കയ്യേറ്റം. അധികൃതരുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടക്കുന്നതെന്നും കയ്യേറ്റക്കാരെ ഉദ്യോഗസ്ഥരാണ് സംരക്ഷിക്കുന്നതെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 7000 ഏക്കർ വരുന്ന പൊന്തൻപുഴ വലിയകാവ് വനത്തിൽ കയ്യേറ്റം നടത്തിയ 5-അംഗ സംഘത്തെ വനപാലകർ പിടികൂടിയത്. യന്ത്രം ഉപയോഗിച്ച് അടിക്കാടുകൾ വെട്ടിമാറ്റിയായിരുന്നു കയ്യേറ്റം. എന്നാൽ പ്രധാന പ്രതി കെൽവിൻ ജെയിംസ് ജോർജിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. 1970 മുതൽ വ്യാജ പ്രമാണങ്ങൾ ചമച്ച് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മാഫിയാണ് ഇതിന് പിന്നിലെന്ന് വനം സംരക്ഷണ സമിതി ആരോപിക്കുന്നു. അപ്പോൾ ഇവിടെ വനപാലകർ എവിടെ? ഇവിടെ ഇത് സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരെവിടെ? ഗവൺമെന്റ് എവിടെ? ഇതിനെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് വൻ മാഫിയകൾ, ബാംഗ്ലൂരൊക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഇപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ട് ഇടപെട്ടിരിക്കുന്നു. 200 വർഷം എഴുമറ്റൂർ നൈതല്ലൂർ കോവിലകവുമായി നടത്തിയ നിയമയുദ്ധത്തിനൊടുവിൽ 1959 സർക്കാർ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്ത ഭൂമിയാണിത്. വനം സംരക്ഷിക്കാൻ ശാശ്വത പരിഹാരമാണ് പ്രകൃതി പ്രേമികൾ ആവശ്യപ്പെടുന്നത്. ഇത് റിസർവ് ഫോറസ്റ്റ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ വനഭൂമിയാക്കുകയും ഇതിനകത്ത് ആ ഒരു കടന്നുകയറ്റം ഇനി ഉണ്ടാകാത്ത രീതിയിൽ ഈ വ്യാജരേഖകളെക്കുറിച്ചൊരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം നടത്തി പൂർണ്ണമായ രീതിയിലും വന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറിക്കൊണ്ട് ഇതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണം. സംയുക്ത ജാഗ്രതാ സമിതിയും വന സംരക്ഷണത്തിനായി രൂപീകരിക്കുന്നുണ്ട്. പൊന്തൻപുഴ വലിയകാവ് വനമേഖലയിൽ ഒരു പ്രത്യക്ഷ കയ്യേറ്റത്തിനാണ് ഇപ്പോൾ വനമാഫിയ ധൈര്യം കാണിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു മൂന്നാർ ഉണ്ടാകാതിരിക്കാനും വനം സംരക്ഷിക്കാനും ഇനി മുൻകൈയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പൊന്തൻപുഴയിൽ നിന്നും ക്യാമറാമാൻ ജിജോ മോഡിക്കൊപ്പം പി വിദ്യ, ഇന്ത്യ വിഷൻ.